നമസ്കാരം. പ്രധാന വാർത്തകൾ. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ എഞ്ചിനും ബോഗിയും വേർപെട്ടു. വൻ അപകടം ഒഴിവായി. ട്രെയിനിന്റെ എഞ്ചിനും ബോഗിയും തമ്മിൽ വേർപെട്ടു. ചെറുതുരുത്തി വള്ളത്തോൾ നഗറിലാണ് സംഭവം. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ എഞ്ചിനാണ് ബോഗിയിൽ നിന്നും വേർപെട്ടത്. ട്രെയിനിന് വേഗത കുറവായതിനാൽ അപകടം ഒഴിവായി. എന്താണ് എഞ്ചിനും ബോഗിയും തമ്മിൽ വേർപെടാനുള്ള കാരണമെന്ന് വ്യക്തമല്ല. ഇത് സംബന്ധിച്ച് റെയിൽവേ അന്വേഷണം നടത്തും. 3 വയസ്സുകാരനെ തിളച്ച ചായ ഒഴിച്ച് പൊള്ളിച്ചു. കുട്ടിയുടെ മുത്തച്ഛൻ അറസ്റ്റിൽ. തിരുവനന്തപുരത്ത് 3 വയസ്സുകാരനെ തിളച്ച ചായ ഒഴിച്ച് പൊള്ളിച്ച സംഭവത്തിൽ കുട്ടിയുടെ മുത്തച്ഛൻ അറസ്റ്റിൽ. മണ്ണന്തലയിലെ ഉത്തമനെയാണ് അറസ്റ്റ് ചെയ്തത്. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ചൈൽഡ് ലൈൻ വഴി പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ലെന്നും അഭിജിത്ത് ആരോപിക്കുന്നു. വട്ടിയൂർക്കാവ് സ്വദേശികളായ ദമ്പതികളുടെ മകനാണ് പൊള്ളലേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ കുട്ടി SIT ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ ദേഹത്ത് ചായ ഒഴിച്ചാണ് അമ്മയുടെ രണ്ടാനച്ഛൻ പൊള്ളലേൽപ്പിച്ചത്. ഈ മാസം 24-നായിരുന്നു സംഭവം. ജോലിക്ക് പോകേണ്ടതിനാൽ അമ്മ കുട്ടിയെ അമ്മുമ്മയെ ഏൽപ്പിക്കുകയായിരുന്നു. മുത്തച്ഛൻ കുട്ടിയെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നുവെന്ന് കുട്ടിയുടെ അച്ഛൻ അഭിജിത്ത് പറഞ്ഞു. വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ ദേഹത്താണ് ഉത്തമൻ ചൂട് ചായ ഒഴിച്ചത്. പൊള്ളലേറ്റ് പിടഞ്ഞ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും തയ്യാറായില്ല. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ജോലിക്ക് പോയിരുന്ന അമ്മയെത്തിയാണ് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചത്. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം കണ്ടാണ് വട്ടിയൂർക്കാവ് സ്വദേശികളായ അച്ഛനും അമ്മയും കുട്ടിയെ കുടപ്പനക്കുന്നിൽ താമസിക്കുന്ന മുത്തച്ഛന്റെയും അമ്മുമ്മയുടെയും അടുക്കലാക്കി ജോലിക്കിറങ്ങിയത്. ദിവസങ്ങൾ കഴിഞ്ഞ് ഇരുവരും മടങ്ങി വരൂ. ആശുപത്രി അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ ഇടപെട്ടാണ് മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. കായംകുളത്ത് വയോധികയെ ബലാത്സംഗം ചെയ്തു. 26-കാരൻ പിടിയിൽ. കായംകുളത്ത് വയോധികയെ ബലാത്സംഗം ചെയ്ത പ്രതി പിടിയിൽ. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 76-കാരിയാണ് പീഡനത്തിന് ഇരയായത്. സമീപ പ്രദേശത്ത് താമസിക്കുന്ന 26-കാരനാണ് പിടിയിലായത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. പ്രതി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെന്ന് പോലീസ് പറഞ്ഞു. യുവാവിനെ വെള്ളക്കെട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂർ ചാലയിൽ വെള്ളക്കെട്ടിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ചാല ഈസ്റ്റിലെ സുധീഷ് മിത്തലയാണ് മരിച്ചത്. ജോലി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെള്ളക്കെട്ടിൽ വീണതാകാമെന്നാണ് നിഗമനം. എടക്കാട് പോലീസ് എത്തി മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. മനു തോമസിനെതിരെ മാനനഷ്ട കേസ് നൽകി ജെയിൻ രാജ്. മനു തോമസ്, ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ അനൂപ് ബാലചന്ദ്രൻ എന്നിവർക്കെതിരെയാണ് ജെയിൻ രാജ് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തത്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് ജെയിൻ പി രാജിന്റെ വക്കീൽ നോട്ടീസ്. പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ P ജയരാജൻ ചർച്ച നടത്തിയെന്ന് മനു ആരോപിച്ചിരുന്നു. മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് വിദേശത്തും സ്വദേശത്തും കച്ചവടങ്ങൾ നടത്തി. P ജയരാജൻ പാർട്ടിയെ കൊത്തിവലിക്കാൻ അവസരമൊരുക്കുകയാണെന്നും മനു തോമസ് ഫേസ്ബുക്കിലൂടെ ആരോപിച്ചിരുന്നു. ഇതിനെതിരെയാണ് ജയരാജന്റെ മകൻ ജെയിൻ രാജിന്റെ വക്കീൽ നോട്ടീസ്. കോട്ടയത്ത് സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ വയോധികന് ദാരുണാന്ത്യം. കോട്ടയം ആർപ്പൂക്കരയിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് വീണ വയോധികൻ മരിച്ചു. ആർപ്പൂക്കര സ്വദേശി പാപ്പനാണ് മരിച്ചത്. 72 വയസ്സായിരുന്നു. ആർപ്പൂക്കര കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തുന്ന KMV ബസ്സിൽ നിന്നാണ് വീണത്. ബസ്സിൽ കയറുന്നതിനിടയിൽ റോഡിലേക്ക് വീഴുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ യാത്രക്കാരനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മാവേലിക്കരയിൽ കോൺക്രീറ്റ് മേൽക്കൂര തകർന്നു വീണ് 2 പേർക്ക് ദാരുണാന്ത്യം. മാവേലിക്കര തഴക്കരയിൽ നിർമ്മാണത്തിലുള്ള കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് മേൽക്കൂര ഇളകി വീണ് 2 പേർ മരിച്ചു. നിർമ്മാണ ജോലിയിലുണ്ടായിരുന്ന പ്രദേശവാസികളായ മാവേലിക്കര കല്ലുമല പുതുച്ചിറ കൊച്ചുമോൻ എന്ന് വിളിക്കുന്ന 50-കാരൻ ആനന്ദൻ, ചെട്ടികുളങ്ങര പേള സ്വദേശി 55-കാരൻ സുരേഷ് എന്നിവരാണ് മരിച്ചത്. ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ മാവേലിക്കര സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. എന്നാൽ രക്ഷിക്കാനായില്ല. ഏതു വിധത്തിലാണ് അപകടമുണ്ടായതെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കോഴിക്കോട് 2.5 കോടിയുടെ ലഹരി പിടിച്ച സംഭവം. ആലപ്പുഴക്കാരി അറസ്റ്റിൽ. കോഴിക്കോട് 2.5 കോടിയുടെ ലഹരി പിടിച്ച സംഭവത്തിൽ വീണ്ടും അറസ്റ്റ്. ആലപ്പുഴ സ്വദേശിയായ യുവതിയാണ് പോലീസിന്റെ പിടിയിലായത്. ബംഗളൂരുവിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 3 ആയി. സംഭവത്തിൽ ഷൈൻ ഷാജി, ആൽബിൻ സെബാസ്റ്റ്യൻ എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു. ഡാൻസാഫും വെള്ളയിൽ പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി നഗ്നനാക്കി ഫോട്ടോ എടുത്ത് പണം തട്ടി. 2 പേർ അറസ്റ്റിൽ. യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത കേസിൽ 2 പേർ അറസ്റ്റിൽ.
ഒല്ലൂരിലാണ് സംഭവം. തൈക്കാട്ടുശ്ശേരി സ്വദേശി പുതുവീട്ടിൽ ഷൈജു, അമ്മാടം സ്വദേശി മുട്ടത്ത് വീട്ടിൽ സജേഷ് എന്നിവരാണ് ഒല്ലൂർ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ മാസം 24-നാണ് സംഭവം. ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നൽകാൻ 2.5 ലക്ഷം രൂപ അഡ്വാൻസ് നൽകാമെന്ന് പറഞ്ഞാണ് നന്ദിപുലം സ്വദേശിയായ പരാതിക്കാരനെ പ്രതികൾ പുത്തൻപാടത്തുള്ള വീട്ടിലേക്ക് വരുത്തിയത്. തുടർന്ന് വീടിനകത്ത് പൂട്ടിയിട്ടു. ഇയാളിൽ നിന്ന് ബലമായി 1,30,000 രൂപ വില വരുന്ന 3 മൊബൈൽ ഫോണുകൾ പ്രതികൾ കൈവശപ്പെടുത്തുകയും വിവിധ ബാങ്ക് രേഖകൾ ഒപ്പിട്ട് വാങ്ങുകയും പരാതിക്കാരന്റെ കാർ തട്ടിയെടുക്കുകയും നഗ്നനാക്കി നിർത്തി ഫോട്ടോ എടുത്തു എന്നുമാണ് പരാതി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. CPMന്റെ സ്വത്ത് കണ്ടുകെട്ടി ED. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CPMന്റെ സ്വത്ത് കണ്ടുകെട്ടി ED. കേസിൽ കണ്ടുകെട്ടിയത് 29.29 കോടി രൂപയുടെ സ്വത്താണ്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിലുള്ള സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. കണ്ടുകെട്ടിയതിൽ പാർട്ടി ഓഫീസിനായി വാങ്ങിയ 5 സെന്റ് ഭൂമിയും ഉൾപ്പെടും. ഇതിനു പുറമെ പാർട്ടിയുടെ വിവിധ കമ്മിറ്റികളുടെ പേരിലുള്ള 8 ബാങ്ക് അക്കൗണ്ടുകൾ കൂടി മരവിപ്പിച്ചു. 60 ലക്ഷം രൂപയുടെ ബാങ്ക് അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. മരവിപ്പിച്ചതിൽ കരുവന്നൂർ ബാങ്കിലെ 5 അക്കൗണ്ടുകൾ ഉൾപ്പെടും. ഇതിനു പുറമെ CPM ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ 1 അക്കൗണ്ട്, തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ 2 അക്കൗണ്ടുകളും മരവിപ്പിച്ചു.